ഗൈസ്, അപ്പോൾ നമ്മൾ മുടങ്ങിയ ട്രിപ്പ് വീണ്ടും തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടിരിപ്പോണ്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ ഫ്രണ്ട് കിറ്റാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത ആൾ അവിടെ കേട്ടോ അവൻ്റെ വീട്. അപ്പോൾ അവൻ്റെ വർഷോപ്പിലെ വണ്ടിയാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ വണ്ടി കേട്ടോ. അപ്പോൾ ഇതിനകത്തായിരിക്കും അവൻ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ വേറൊരു കപ്പിൾസിനെ നമ്മൾ വെയിറ്റ് ചെയ്തു, പക്ഷേ അവരെ വിളിച്ചിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അവർ ഫോറസ്റ്റിലാണ് താമസിക്കുന്നത്. അപ്പം സിഗ്നൽ പ്രശ്നമുണ്ട് കേട്ടോ. ചിലപ്പോൾ അവർ കാണത്തില്ല, ചിലപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അവർ കാണും കേട്ടോ. വേറെ ഒന്നുമില്ല, എന്തായാലും നമ്മൾ ആദ്യം പോയത് പൊന്മുടി തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ പയ്യൻ അങ്ങനെ വെളിയിലൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മുടെ മെക്കാനിക്ക് പയ്യൻ, അവൻ്റെ പേര് ഇനി നമ്മൾ വിജേഷ് എന്നാണ് കേട്ടോ ചെറുക്കൻ്റെ പേര്. അപ്പം അവൻ അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ. അവൻ കൂടുതലും ഞായറാഴ്ച ഉറക്കം അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് കേട്ടോ. ഫുള്ള് ഈ മെക്കാനിക്കപരമായിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ ഒക്കെ ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം, ബൈക്കിൻ്റെ ഡോക്ടർ. അപ്പം അവനങ്ങനെ റെസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അവൻ അങ്ങനെ പോകാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും നമ്മളിങ്ങനെ ഇറങ്ങിയൊക്കെ പോകുന്നതുകൊണ്ട് അവനൊരു ആഗ്രഹം, അവനും പോകണമെന്നുള്ള അത്തരം അവനെ കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തായാലും വെയിറ്റ് ചെയ്യുക, ചെറുക്കൻ വന്നിട്ട് നമുക്ക് പയ്യൻ കൂട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ശരിയെന്നാ. അപ്പം ഞങ്ങൾ നമ്മുടെ ബിജേഷും ഞാനും കൂടെ ഒരു പ്രാവശ്യം പോകായിരുന്നു കേട്ടോ. അപ്പോൾ പോയി അന്നേരമാണ് നമ്മൾ ആക്സിഡൻറ്റ് പറ്റുന്നത്. നമ്മുടെ പയ്യന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കേട്ടോ. അപ്പോൾ എനിക്കാണ് പ്രശ്നങ്ങൾ മൊത്തം. ഞാനാണ് കേട്ടോ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്ത്. അപ്പം എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രയും പരിക്ക് കരിഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും ചെറുക്കൻ്റെ ഒരു 1000 പുറത്ത് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ ഇവനെ നമ്മൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ വീഡിയോക്കകത്തൊക്കെ ഇപ്പോൾ ഉണ്ട്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇവൻ ആദ്യം ഒരു സ്പ്ലെൻഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്പ്ലെൻഡറൊക്കെ എന്തൊക്കെയോ കാരണത്താൽ പോയി. അപ്പോൾ ചെറുക്കൻ കളിച്ചില്ല. അറിയാലേ, മെൻസ് ഈഗോ എന്ന് പറഞ്ഞ സാധനം, ആ ഒരു സാധനം വർക്കൗട്ടായി. ചെറുക്കൻ പഴയതാണെങ്കിലൊരു സ്പ്ലെൻഡർ വീണ്ടും എടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും അതിനകത്തുള്ള ട്രിപ്പും മോഡിഫിക്കേഷനൊക്കെ വീഡിയോ ഇനി വരും. എന്താ നമ്മൾ ഈ ട്രിപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ചെറുക്കൻ വന്നിട്ട് കാണാം. ഓക്കെ. അപ്പം നമ്മുടെ പാങ്ങോട് കല്ലറ റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സുമതി ചേച്ചി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ വളവ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തൊട്ടപ്പുറത്ത് ഈ വളവാണ് കേട്ടോ. അതുകൊണ്ട് ഈ വളവ് അങ്ങോട്ട് നൂരുമ്പോഴാണ് നമ്മുടെ സുമതി വളവ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ സ്ഥലമാണ് സുമതി വളവ് കേട്ടോ. നമ്മൾ ഇതുവഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. തിരിച്ച് നമ്മളെന്തായാലും മടത്തറ വഴിയായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നുമില്ല, കണ്ടില്ലേ, ഇതാണ് ആ വളവ്. അപ്പം പാലോട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലോട് കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തുകയാണ്. ഇനിയിപ്പോൾ അപ്പുറത്തോട് ചാടണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ റൂട്ട് വരുമ്പോഴത്തേനും നമ്മുടെ അഞ്ജുവിൻ്റെ സ്ഥലം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 27 മണിക്കൂറോടെ വരും കേട്ടോ. വരുമ്പോഴത്തേക്കിനും ഞാൻ എപ്പോഴും കാണുന്നൊരു ചെറിയൊരു ഷോപ്പാട്ടോ അത്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് മറ്റേ നമ്മുടെ അന്തശബ്ദം. അപ്പോൾ ശരി, നമ്മൾ വെള്ളം കുടിക്കട്ടെ. ശരി കേട്ടാ. അപ്പോൾ ശരി എന്നാ. കുറച്ചാളും കൊണ്ട് ഉണ്ടോ അവിടെ? ഞാൻ ഈ കട എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളെ മാത്രം ഫോക്കസ് കിട്ടുന്നത്. എൻ്റെ ഇടയ്ക്ക് വരുന്നില്ല. കുഞ്ഞി എങ്ങനെയുണ്ട്? കൊള്ളാമോ? എങ്ങനെയുണ്ട്? വെടിക്കെട്ട സാധനം, വളഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ മീൻമുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻമുട്ടി നിങ്ങൾക്ക് അറിയാമല്ലോ, കല്ലാർ മീൻമുട്ടി വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ക്ഷാമവും ചൂടൊക്കെ കാരണം അവിടെ എന്തായാലും വെള്ളം കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതാട്ടോ എൻ്റെ എൻട്രി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല, നമ്മൾ പൊന്മുടി തീരുമാനിച്ച് പൊന്മുടി തന്നെ പോകണം കേട്ടോ. പ്രത്യേകം കുറേ വീഡിയോസ് മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഗേറ്റ് വരുന്നതാണ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ പാസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പാസ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം, നമുക്കിപ്പോൾ ഇവിടെ ഗൂഗിൾ പേ ഉള്ളൂ, ക്യാഷ് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെറുക്കൻ എന്തായാലും ഫണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 40 രൂപ വെച്ച്, 3 പേർക്ക് 120 കേട്ടോ. ബൈക്കിന് 20 വെച്ച്. അപ്പം പൊന്മുടി എന്ന മാന്ത്രിക ലോകത്തിലേക്ക് ഞങ്ങളും എൻട്രി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ മരങ്ങളും ഈ പച്ചപ്പൊക്കെ കണ്ടിങ്ങനെ പോവാണ് കേട്ടോ. ഇനി ഇവിടുന്ന് കണ്ട് അങ്ങോട്ട് മേലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ ടിക്കറ്റ് കാണിക്കണം കേട്ടോ.
എടാ നിന്റെ ജീപ്പിൽ പൈസ ഉണ്ടോ വിജയ്? അല്ല ജീപ്പിൽ അല്ലാതെ 250 രൂപ ഞാൻ കയ്യിൽ തരാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കരുതാട്ടാ. നമ്മുടെ പൊന്മുഴിയുടെ സ്വന്തം ക്യാൻറ്റീനാട്ടാ. അപ്പോൾ യുവമാർ കണ്ട ഇവിടുന്ന് ചീനിയും ചമ്മന്തിയൊക്കെ വീട്ടിൽ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് വേണ്ട, എനിക്കിത് പറ്റത്തില്ല കേട്ടോ. അപ്പം ഇവിടുത്തെ റേറ്റ് അങ്ങോട്ട് നമുക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കഴിച്ച് ഞാൻ എന്തായാലും സൈഡ് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ല, കാല് ചെറുതായിട്ട് താങ്ങിയിട്ടുണ്ട് കേട്ടോ. മറ്റേ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇരിക്കുമല്ലേ. അപ്പം ഇവിടെ കണ്ടില്ലേ ഈ ചെറുതായിട്ട് ഇവിടെ ഒരു പൊറ്റ പിടിച്ച് കരിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ചെരുപ്പ് ഇട്ടിട്ട് അവിടെ ആ പൊറ്റ ഇളവിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല വേദനയുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഈ സൈഡിലിങ്ങനെ ഇരിക്കുക കേട്ടോ. ലവന്മാരെന്തായാലും അങ്ങ് പോയി കേട്ടോ. എന്തായാലും അവന്മാർ എന്ത് വേണ്ട വേണ്ട അവിടെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ തണുത്തിരിക്കുക കേട്ടോ. അത് ഞാൻ ഇതുവരെ വന്നിട്ട് കാണാത്തൊരു കാഴ്ച കേട്ടോ. ഇവിടെ എന്താ ഉരുൾപൊട്ടിയ പോലത്തെ ഒരു സംഭവം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ട അത് മണ്ണിടിഞ്ഞത് പോലെ ഇവിടെ എന്തോ ഉരുൾപൊട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് ഏത് ഭാഗമാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറ കേട്ടോ. ഏത് ഭാഗമെന്ന് അറിയത്തില്ല. അവിടെ എന്തായാലും ഉരുൾപൊട്ടിയ ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാഴ്ച ഇവിടെ നല്ല വെയിലും ഉണ്ട്. ആ ഒരു സൈഡിലായിട്ട് നല്ലൊരു കോള് വരുന്നുണ്ട് കേട്ടോ. മഴയുടെ കോളാണെന്ന് തോന്നുന്നു. അതെനിക്ക് മഞ്ഞും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വൈകിട്ട് നമ്മൾ മഞ്ഞ് കണ്ടിട്ട് പോകാനുള്ള ഒരു ഇതാണ് കേട്ടോ. ഇവിടെ വരുന്നവരെല്ലാവരും പറയുന്നുണ്ട് വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല മഞ്ഞാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പോകാനുള്ള ഒരു ഇതാണ് നോക്കുന്നത്. നമ്മുടെ കൂടെ വന്ന ഒരു പയ്യൻ നമ്മുടെ മെക്കാനിക്കല്ല, മറ്റേ ആ പയ്യൻ എൻ്റെ കൂടെ വന്നിട്ട് ഇതുവരെ ഇവിടുത്തെ മഞ്ഞ് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ നോക്കിയിട്ട് കാണാൻ പറ്റുമെങ്കിൽ വീഡിയോയുടെ അവസാനം കാണാൻ പറ്റും കേട്ടോ. അപ്പം എന്തായാലും ഇവിടെയൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. എടുത്തു